ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുമോ? അതാ എന്റെ ചോദ്യം. ഇന്ററപ്റ്റ് ചെയ്യേണ്ടടുത്ത് ഇന്ററപ്റ്റ് ചെയ്യും. അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചോദ്യം, എന്റെ ഉത്തരം മുഴുമിക്കാൻ കഴിയില്ല. അതിനടുത്ത് നിങ്ങൾക്ക് ബാക്കി പറയാലോ. ഇവിടെ റേഡിയോ നടക്കില്ല. അപ്പൊ കണ്ടില്ലേ? അപ്പം കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ ഈ എന്റെ പ്ലാറ്റ്ഫോമാണ്, എന്റെ ചാനലാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇന്ററപ്റ്റ് ചെയ്യും. ഇന്ററപ്റ്റ് ചെയ്യാതെ ഒരു ചർച്ച സാധ്യമല്ല എന്ന് അല്ല, അവിടുത്തെ രീതികൾ അങ്ങനെയാണെന്നുള്ളത് തുറന്നു പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് അതിൽ കൃത്യമായിട്ട് അയാളുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ ചാനലിലാണ്, ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യും. ഇന്ററപ്റ്റ് ചെയ്യേണ്ടടുത്ത് പറഞ്ഞാൽ അവന് തോന്നിയടുത്ത് എനിക്ക് എവിടെയാണ് തോന്നിയത് അവിടെ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിന് മറുപടി ആയിക്കൊണ്ട് ഒരു ലൈവ് വെച്ചുകൊണ്ടും അതിനുശേഷം നമ്മൾ എഴുത്തായിക്കൊണ്ടും ഇതിനോട് പ്രതികരണം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെന്താ ചോദിച്ചാൽ, ഇവരുടെ ചാനലിൽ ഈ എമുക്കൾ എന്ന് പറയുന്ന ഇവരുടെ ചാനലിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർ എന്നെ സംബന്ധിച്ചു. ഇവരുടെ ചാനലിൽ ഒരു ഇന്ററപ്റ്റ് ചെയ്യാതെ തുല്യ സമയം വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യമല്ല. യെസ്, അവരുടെ പ്രകൃതി അങ്ങനെയാണ്, അവരുടെ രീതി അങ്ങനെയാണ്. നമുക്ക് കുഴപ്പമില്ല, അവരുടെ രീതി മാറ്റണം, നമുക്ക് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ചാനലാണ്, അവർ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞത് വെച്ചാൽ, ഓക്കെ, നിങ്ങളുടേതിൽ ഇന്ററപ്റ്റ് ചെയ്യാതെ ചർച്ച ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ അതിന് സാധ്യതയുണ്ട്. ഞങ്ങളത് ചെയ്ത് കാണിച്ചു തരാം. കൃത്യസമയം വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, അവരെ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിക്കൊണ്ടും ഒക്കെ നമ്മളത് ഇറക്കി കൃത്യമായി വിഷയം പറഞ്ഞു. ഇസ്ലാമിലെ അടിമത്തം ഇസ്ലാമിലും അതുപോലെ തന്നെ ആധുനികതയിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതേപോലെ തന്നെ അതിനുള്ള സമയവും ആദ്യം 2 പേർക്കും 15 മിനിറ്റ് വീതമുള്ള സംസാരം, പിന്നെ 5 മിനിറ്റ് വീതമുള്ള 5 ഖണ്ഡനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനുശേഷം അവസാനം 7 മിനിറ്റുള്ള ഒരു കൺക്ലൂഷൻ. ഇങ്ങനെയുള്ള ഒരു സമയം നിശ്ചയിച്ച് ഈ ഒരാൾ സംസാരിക്കുന്ന 5 മിനിറ്റിൽ മറ്റൊരാൾ ഇടപെടാനേ പാടില്ല. ചിലപ്പോൾ അയാൾ പറയുന്ന വിയോജിപ്പുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇടപെടാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ടും അടുത്ത ആളുടെ പറയാം. സാധാരണ എങ്ങനെയാണ് ചർച്ചകളും സംവാദങ്ങളും കൊടുക്കേണ്ടി വരുന്ന ആധുനികമായിട്ടുള്ള ചില മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഏതായാലും നമ്മളത് മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്നില്ല. നമ്മൾ വിളിച്ചിട്ട് കുറേ ദിവസമായി, ഇതുവരെ വന്നിട്ടില്ല.